ഉതിർന്നു വീഴാൻ തുടങ്ങും ഉൽക്കവർഷങ്ങൾ. ഉൽക്കവർഷങ്ങൾ എല്ലായിടത്തും പെതോ പെതോ എന്ന് പറഞ്ഞിട്ട് നക്ഷത്രങ്ങൾ ഇങ്ങനെ വന്ന് വീഴാണ്. എന്തായിരിക്കും അതിൻ്റെയൊക്കെ ഗൗരവം? നമ്മൾ എത്രമാത്രം ഭയപ്പെടും? ഉൽക്കവർഷം നമ്മൾ സാധാരണ വായിക്കുന്നതാണ്, പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നതാണ്, പത്രങ്ങളിലൊക്കെ വായിക്കുന്നതാണ്. ഉൽക്കവർഷം ഇന്നും നടക്കാറുണ്ട് പലപ്പോഴായി. നക്ഷത്രങ്ങൾ ഇപ്പോഴും വീഴാറുണ്ട്. പക്ഷെ അത് വീഴുമ്പോ അതിനെ ചാരമാക്കി നിർവീര്യമാക്കിയിട്ടാ ഭൂമിയിലേക്ക് വിടുന്നത്. അതേ സ്ട്രോങ്ങിൽ അത് ഭൂമിയിൽ പതിച്ചാൽ സുബ്ഹാനല്ലാഹ് ഓർക്കാൻ കഴിയാത്തതാണ്. പക്ഷെ എന്താണ്? ഓസോൺ കുടയിൽ തട്ടിയിട്ട്, ഓസോൺ പാളികളിൽ തട്ടിയിട്ട് അത് നിർവീര്യമായിട്ടാ പോരുന്നത്. അതാണ് അല്ലാഹു തആല സമാഇനെ നമ്മൾ സഖ്ഫൻ മഹ്ഫൂദ, സുരക്ഷിത തട്ടാക്കിയിരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇതൊക്കെ മുകൾ ഭാഗത്ത് നിങ്ങൾക്കൊരു സുരക്ഷിത തട്ടുണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ കണ്ട നിങ്ങൾ സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ് എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുമ്പോ നമുക്കത് കൂടുതൽ കൂടുതൽ ഈമാനാവുകയാണ്. സഖ്ഫൻ മഹ്ഫൂദ, നെറൂലി നമുക്കൊരു തട്ടുണ്ട്, ഓസോൺ പാളി, അതിൽ തട്ടിയിട്ടാണ് നക്ഷത്രങ്ങൾ ചാരമായി വീഴുന്നത്. അപ്പൊ പിന്നെ നമുക്ക് പ്രശ്നമില്ല. അതെങ്ങാനോ എന്നാലും ഓസോൺ പാളിക്ക് വിള്ളൽ കുടുങ്ങിയാൽ ഖിയാമത്ത് നാളാവുമ്പോ ഓസോൺ പാളി സംവിധാനമൊക്കെ ഫുള്ള് തകരുന്ന ഉറപ്പല്ലേ, ലോകം മൊത്തം തകരുകയാണ്. അപ്പൊ പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങ് വീഴാൻ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഗൗരവം? എന്നാൽ തന്നെ വേണ്ടത്ര നിർവീര്യാകാതെ ഉൽക്കവർഷങ്ങൾ നടന്നതിന്റെ പേരിൽ ചില ഏരിയകളിൽ ഉൽക്കവർഷം നടന്നത് നമ്മൾ വായിക്കാറുണ്ട് പുസ്തകത്തിലൊക്കെ. മീറ്ററുകളോളം ആഴത്തില് അത് വലിയ വലിയ അഗാധ ഗർത്തങ്ങൾ ഉണ്ടാക്കി ഉൽക്കവർഷം വീണപ്പം ഭൂമിയിൽ. ആ മീറ്ററുകളോളം ആയത്തിൽ 5 or 6 മീറ്ററൊക്കെ വലിയ കുഴി ഉണ്ടാക്കി എന്ന് പറഞ്ഞാല് ആ ഉൽക്കെങ്ങാനും നമ്മളെ മണ്ടേ വീണാന്ന് ചിന്തിച്ചു നോക്കിയാണെങ്കിൽ ആകെ 2 മീറ്ററുള്ള നമ്മള്, അല്ലെങ്കിൽ 1.5 മീറ്ററുള്ള നമ്മള്. 6 മീറ്റർ തുളച്ചു പോകാനുള്ള കഴിവുണ്ടെങ്കിൽ അത് നമ്മളെ തലയിൽ വീണാൽ എങ്ങനെ ഉണ്ടാവും? പക്ഷെ അത് തലക്ക് വീഴൂല, നമ്മളെ ശരിക്കും ഞെട്ടിക്കും. ചുറ്റുപാടുകളിലൊക്കെ പതോ എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ വീണുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ഒരു ഉൽക്കവർഷം ഭൂമിയിൽ കരയിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ മാത്രമാണോ? അല്ല, കാട്ടിലും നടക്കുന്നു. കാട്ടിൽ നടക്കുമ്പോഴാണ് കാടടച്ച് വെടിവെച്ച് നോക്കിപ്പോ ഫോറസ്റ്റിൽ ഇങ്ങനെ ഒതുങ്ങി കിടക്കല്ലേ വന്യജീവികളൊക്കെ. കാടടക്കിയാണ് വെടിവെച്ചാൽ മുഴുവൻ ചാടും പുറത്ത്, മുഴുവൻ നാട്ടിലിറങ്ങും. ആനയും കരടിയും പന്നിയും നാട്ടിലുണ്ടാകും. നരിയും ആനയും കരടിയും ഒക്കെ കൂടെ നടക്കുന്ന രംഗം നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂലതാ പറഞ്ഞത് വൈദൽ വുഹൂശു ഹുശിറത്. അള്ളാഹു പറഞ്ഞു, അള്ളാഹുവിന്റെ ഹബീബ് അതേറ്റു പറഞ്ഞു, ഇതാ വന്യമൃഗങ്ങൾ നാട്ടുമൃഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും. അങ്ങനെ അവൻ ഓടി നാട്ടിക്കേണ്ട് വരുന്ന സമയത്ത്, വീട്ടിക്കേണ്ട് വന്ന് കയറുന്ന സമയത്ത് ഇവൻ അത്ഭുതപ്പെടുന്നു. റസൂലുള്ള പറയാൻ, ആ ഹദീസിൽ റസൂലുള്ള പറയുന്നുണ്ട്, ഇവൻ അത്ഭുതപ്പെടും. ഇവന്റെ മുറ്റത്ത് നോക്കുമ്പോൾ ഒരു ആന നിൽക്കുന്നു, ഇവന്റെ ഓഫീസ് റൂമിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു നരിയതാ, ഇവന്റെ ആലയിൽ ചെന്ന് നോക്കുമ്പോൾ ആടിന്റെ തൊട്ടടുത്തതാ 2-3 ചെന്നായ്ക്കൾ. എന്നിട്ട് ആ ചെന്നായ്ക്കൾ ആടിനെ കടിക്കുന്നുണ്ടോ? ഇല്ല. ഈ സിംഹങ്ങൾ മറ്റുള്ളവരെ ആക്രമിക്കുന്നുണ്ടോ? ഇല്ല. ഒരു കുഴപ്പമില്ല. കാരണം എന്താ? എല്ലാവരും ബേജാറിലാണ്. നരിയും ബേജാറിലാണ്, കരടിയും ബേജാറിലാണ്, ആനയും ബേജാറിലാണ്, എല്ലാവരും ബേജാറിലാണ്. ആർക്കും പരസ്പരം ആക്രമിക്കണ്ട. നഫ്സി 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 എന്ന മുദ്രാവാക്യം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞു, ഒരാൾ പേടിക്കേണ്ട, ആക്രമണമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവരും പേടിച്ച മനുഷ്യൻ വല്ലാതെ പേടിച്ചു, അതിലേറെ പേടിച്ചു വന്യമൃഗങ്ങൾ. കാരണം എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. എന്നിട്ട് സ്വന്തം തങ്ങളുടെ ഇരകളുടെ കൂടെ നിൽക്കുമ്പോൾ പോലും ഒരു ഉപദ്രവവുമില്ലാതെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തതാണ്. ബേജാറായാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ബേജാറായാൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വന്യമൃഗങ്ങൾ നാട്ടുമൃഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും, ജനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതാണ് ഈ പറഞ്ഞത്. നബി തങ്ങൾ ശരിക്കും വിശദീകരിച്ചതാണ്. ഇനി നമ്മൾ അതിനെ വളഞ്ഞു തിരിഞ്ഞൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. ഏതോ ഒരു വിഭാഗം അവരുടെ ഒരു ചർച്ചയിൽ വൈദൽ വുഹൂശു ഹുശിറത് എന്നതിന്റെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് മൃഗശാലകൾ വന്നു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരുന്ന വൈദൽ വുഹൂശു ഹുശിറത്, വന്യമൃഗങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ ഒരു കൂട്ടിന്റെ ഉള്ളിൽ തന്നെ എല്ലാം വരിക. മൃഗശാലകൾ വന്നു കഴിഞ്ഞാൽ തലതിരിഞ്ഞു പോയ ഖാദിയാനികളുടെ വ്യാഖ്യാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ശരിക്കും വിശദീകരിച്ചു തന്നതാണ്. അപ്പൊ അവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഖിയാമത്തോ നടന്നു പോകണം ഇവരുടെ ഭാഷയിലാണെങ്കിൽ. മൃഗശാലകൾ എന്നോ ഒക്കെ ആയി. അപ്പൊ ഏതാവട്ടെ വൈദൽ വുഹൂശു ഹുശിറത്, ഇതൊക്കെ ആ സമയത്ത് നടക്കുന്നത് ഖിയാമത്തിന്റെ ചിത്രം. അത് ഖിയാമത്ത് നടക്കുമ്പോഴുള്ള സംഗതിയാണ്. വൈദൽ വുഹൂശു ഹുശിറത്, വന്യമൃഗങ്ങളെ നാട്ടുമൃഗങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, നമ്മളോടൊപ്പം വന്യമൃഗങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യമില്ല. മനുഷ്യന്റെ നിഴല് കണ്ടാൽ ഓടിയിരുന്ന, ഗതി കെട്ടാൽ മനുഷ്യനെ ആക്രമിച്ചിരുന്ന ഈ ജീവികൾ ഓടുന്നില്ല, ആക്രമണ സ്വഭാവമില്ല. എന്റെ കൂട്ടുകാരാ, നിങ്ങൾ ചിന്തിക്കൂ. നമ്മളിപ്പം നിൽക്കുന്നത് മസ്ജിദുൽ ഫതഹിൽ. അന്ന് ഈ പള്ളിക്കകത്ത് വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന രംഗം
നമ്മുടെയൊക്കെ ചുറ്റും നമ്മുടെയൊക്കെ വലത്തും ഇടത്തുമൊക്കെ നരികളും സിംഹങ്ങളും ഒക്കെ നിൽക്കുന്ന ഒരു ഘട്ടം ഇങ്ങനെ ചിന്തിച്ചു നോക്ക്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേ ഇതിന്റെ ഗൗരവം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോഴേ ഇതാ വഖഅത്തിൽ വാഖിയ, നടക്കേണ്ടത് നടന്നാൽ എന്ന് പറഞ്ഞത് ശരിക്കങ്ങ് തലയെ കയറണമെങ്കിൽ എന്തൊക്കെ നടക്കും നമുക്കറിയണം. അപ്പോഴേ നടക്കേണ്ടത് നടന്നാൽ എന്നത് തലയെ കയറൂ. അതിനായി ഇത് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വൈദൽ ജിബാലു സുയ്യിറത്ത്, മനുഷ്യൻ ബേജാറാവാതിരിക്കോ, മനുഷ്യൻ വല്ലാതെ ഞെട്ടിപ്പോകാതിരിക്കോ. അന്തരീക്ഷം നോക്കുമ്പോൾ വളരെ മലിനം, അന്തരീക്ഷം നോക്കുമ്പോൾ വളരെ ഭീതിജനകമായ അന്തരീക്ഷമാണ്. എന്തേ കാരണം? പർവ്വതങ്ങള്, വലിയ വലിയ മലകള്, ഹിമാലയങ്ങള്, വലിയ വലിയ ചെക്കുന്നുകളൊന്നും ഉറച്ചു നിൽക്കുന്നില്ല. എല്ലാം പൊങ്ങിയിട്ട് അന്തരീക്ഷത്തിലൂടെ അതാ പരസ്പരം ഇടിച്ച് പൊടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നു. വലിയ വലിയ ഭാഗങ്ങളായി പറന്നുകൊണ്ടിരിക്കും. അല്ല, പരസ്പരം കൂട്ടിമുട്ടും അന്തരീക്ഷത്തിൽ കിടന്നിട്ട്. അങ്ങനെ പരസ്പരം കൂട്ടിമുട്ടിയിട്ടതാ വലിയ വലിയ സൗണ്ട് നടക്കും. അതാ കൂട്ടിമുട്ടിയിട്ട് ഘോര ശബ്ദങ്ങൾ. അതോടുകൂടെ അത് പൊടിഞ്ഞ് അന്തരീക്ഷം മുഴുവനും പൊടി മയമാകും. ലോകം മുഴുവൻ പൊടിമയമാകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതാണ് ഇനി നമ്മൾ സൂറത്തുൽ വാഖിയയിൽ പറയാൻ പോകുന്നുണ്ട്. ഫകാനത്ത് ഹബാഅം മുംബസാ എന്ന് പറയുന്നത് ആ ഒരു അവസ്ഥയെ കുറിച്ചാണ്. ശരിക്കും അങ്ങോട്ട് പൊടിമയമാകും. എവിടെ നോക്കിയാലും അന്തരീക്ഷാകെ കലങ്ങിയ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. വൈദൽ ജിബാലു സുയ്യിറത്ത്, അതേ പർവ്വതങ്ങൾ അന്തരീക്ഷത്തിലൂടെ പറത്തിപ്പിക്കപ്പെട്ടാൽ ഭൂമി ഇളകണമല്ലോ. ഭൂമി ഇളകണമെങ്കിൽ ഭൂമിയുടെ ആണികൾ തട്ടിപ്പറിക്കണമല്ലോ. അപ്പോഴല്ലേ ഭൂമി ഇളകൂ. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പീഠം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതിനൊരു ഇളക്കവുമില്ല. കാരണം ആണി വെച്ച് ഭദ്രമാക്കിയതാ. ഇതിന്റെ ആണി തട്ടിപ്പറിച്ചാൽ കെടകെട ഇളകി കളിക്കും. ഇത് ഉറപ്പല്ലേ? ഇതേ രൂപത്തിൽ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. വൽജിബാല ഔതാദാ, പർവ്വതങ്ങളെ നാം ഭൂമിയെ ഉറപ്പിച്ചു നിർത്താനുള്ള ആണിക്കുറ്റികളാക്കിയിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു. ആ ആണികൾ അങ്ങ് ഇളക്കുകയാണ്. അതോടുകൂടെ ഭൂമി ആകെ ഇളകാൻ തുടങ്ങി. പിന്നെ ഭൂമി ഇളകും. അതോടുകൂടി ഭൂമി ഇളകും. ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഒരു കാലത്ത് ഇങ്ങനെ പിടിച്ചു കുലുക്കിയിരുന്നു. ഇപ്പം ആരും കുലുക്കാൻ വരൂല. കാരണം എന്താ? ഭൂമി ആണിയോ? ഇങ്ങനുണ്ടോ ഒരാണി? മുമ്പ് ഖുർആന്റെ കുതിര കയറിയിരുന്നവർ ചോദിച്ചിരുന്നതാ, ഇങ്ങനുണ്ടോ ഒരാണി? നമ്മളൊക്കെ ആണി അടിക്കുന്നത് കണ്ട് സാധാരണ താഴോട്ട്, അത് മേലോട്ട് ആണി അടിച്ചത് എന്ന് പറഞ്ഞിട്ട് പർവ്വതം ഭൂമിയുടെ ആണിയാണെന്നതിൽ പറഞ്ഞതിനെ പരിഹസിച്ചിരുന്നു. ഇന്ന് പറയൂല. കാരണം എന്താ? ഭൗമശാസ്ത്രപരമായ ഏറ്റവും കൂടുതൽ ഗവേഷണങ്ങൾ നടന്ന കാലഘട്ടമാണ്. ഇന്ന് പർവ്വതത്തെക്കുറിച്ച് പറയുന്നത് ഇന്ന് പുറത്ത് കാണുന്നതല്ല പർവ്വതം. ഇതിന്റെ എത്രയോ ഡബിൾ താഴോട്ട് കൂർത്ത ആകൃതിയിൽ പർവ്വതത്തിന് വലിയ വേരുകളുണ്ട്. അതാണ് ഭൂമിയെ പിടിച്ചു നിർത്തുന്നത് എന്ന് കണ്ടെത്തി. നോക്ക് നിങ്ങൾ, വൽജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ആണികളാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു നേരത്തെ തന്നെ പറഞ്ഞതല്ലേ. സംശയിക്കാൻ വകുപ്പില്ല. അപ്പൊ ഏതായാലും ആണി കുറച്ച് വലുപ്പം കൂടിയപ്പോ കൊട കുറച്ച് കൂടി എന്നേ ഉള്ളൂ. അത്രേ സംഗതിയുള്ളൂ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ലോകം പുരോഗമിക്കുമ്പോ ഖുർആൻ സ്ഥിരപ്പെടും. അപ്പൊ ഈ പറഞ്ഞതൊക്കെ നടക്കാനുള്ളതാണ്. വൽജിബാലു സുയ്യിറത്ത് വൈദൽ ഇശാറു ഉത്തിരത്ത്, 10 തികഞ്ഞു നിൽക്കുന്ന ഗർഭിണികളായ ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ, 10 തികഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങളെ, ഗർഭിണികളായ ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ. എന്റെ ആ ഒരു പ്രയോഗം തന്നെ നടക്കി 10 തികഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങൾ. അത് പറയാൻ കാരണം ആ സമയത്താണ് ഒട്ടകത്തിന് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ കിട്ടുക. നമ്മളെ പുരയിലുണ്ടാവും ഉമ്മാരൊക്കെ പ്രസവിക്കാനായ പശുവിന്റെ കൂടെ തന്നെ ഇങ്ങനെ നടക്കും. കാരണം ഇന്ന് നാളോള് പാല് തരും എന്നുള്ള സന്തോഷത്തിലാണ് ആ നടത്തം. നല്ലോണം പരിചരിച്ച് ശുശ്രൂഷിച്ച് ഇങ്ങനെ നടക്കും. അപ്പൊ ശ്രദ്ധിക്കാത്ത ഒറ്റ ഭക്ഷണത്തിന്റെയും മറ്റു പരിചരണത്തിന്റെയും ഒന്നും കാര്യം ശ്രദ്ധിക്കാത്ത വീടുകളിലടക്കം ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് 10 തികഞ്ഞു നിൽക്കുന്ന ഒട്ടകങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാതെ പോയാൽ എന്ന് പറഞ്ഞത്. ഏറ്റവും